അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബസീനിയയിൽ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്, അവർക്കവിടെ ആവശ്യമായ അഭയം ലഭിച്ചിരിക്കുന്നു എന്നെല്ലാം അറിഞ്ഞതോടുകൂടെ ഖുറൈശികളുടെ ആധി വർദ്ധിച്ചു. കാരണം ഒന്ന്, മുസ്ലിമീങ്ങൾ സുരക്ഷിതരാവുക എന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ടാമത്തേത്, മതപരമായ ഒരു ഐക്യമെങ്ങാനും മുസ്ലിമീങ്ങളുടെയും അബസീനിയയുടെയും ഇടയിൽ രൂപപ്പെട്ടേക്കുമോ എന്ന ഒരു ആശങ്ക. ഇതെല്ലാം കാരണം അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് ഏറ്റവും അവസാനത്തെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. യോഗത്തിൽ എത്തിച്ചേർന്ന അഭിപ്രായം, എത്രയും പെട്ടെന്ന് നമ്മുടെ ഔദ്യോഗിക നേതാക്കന്മാർ അബസീനിയയിൽ പോവുകയും അവിടുത്തെ രാജാവിനെ മുഖം കാണിക്കുകയും എന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ അഭയം തേടിയിരിക്കുന്ന മുസ്ലിമീങ്ങളെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണം എന്നതായിരുന്നു. അതിനുവേണ്ടി അവർ 2 പേരെ തിരഞ്ഞെടുത്തു. വളരെ സമർത്ഥരായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും സമർത്ഥരായ 2 ദൂതന്മാരായിരുന്നു അവർ. രാജാക്കന്മാരോട് സംസാരിച്ചും രാജാക്കന്മാരെ നയതന്ത്ര ബന്ധങ്ങൾ നടത്തിയുമെല്ലാം പരിചയമുള്ള ആൾക്കാർ. ഒന്ന് മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. മറ്റൊന്നത് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബൂ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 2 പേരും പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി. അവർ 2 പേരെയും അബസീനിയയിലേക്ക് ഖുറൈശികൾ നിയോഗിച്ചു. അപ്പോൾ അവർക്ക് പോകുമ്പോൾ തന്നെ അറിയാമായിരുന്നു അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ. അതായത്, രാജാവിനെ മുഖം കാണിക്കുമ്പോൾ രാജാവ് പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ടുപോയി ആദ്യം കാഴ്ചവെക്കണം. നജാഷി രാജാവിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കാനുണ്ട്, പരിഗണിക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, അത് എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ക്രൈസ്തവ മത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ രാജാവിനെ മാത്രമല്ല പ്രസാദിപ്പിക്കേണ്ടി വരിക, മറിച്ച് രാജാവിൻ്റെ വലത് ഇടത് കൈകളായി പ്രവർത്തിക്കുന്ന പാത്രിയാർക്കീസുമാരുണ്ടാകും. അവരെ കൂടി പ്രസാദിപ്പിക്കണം. ആയതുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ട വലിയ സമ്മാനങ്ങളുമായിട്ട് മഹാനായ അംർ ബിൻ ആസ്, അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹി ബിൻ അബൂ റബീഅ 2 പേരും പുറപ്പെട്ടു. അവരവിടെ എത്തി ആദ്യം കണ്ടത് പാത്രിയാർക്കീസുമാരെ ആയിരുന്നു. അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ നൽകി. സമ്മാനങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ കണ്ണ് തള്ളിപ്പോയി. അവർ നിങ്ങളുടെ ഈ വിഷയം രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കാം, ഞങ്ങളോട് കൂടിയാലോചന ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുകയും ചെയ്യാം. അവർ വാക്ക് നൽകി. സമ്മാനത്തിൻ്റെ ശക്തിയായിരുന്നു. ഏതായിരുന്നാലും അവരുടെ താല്പര്യമനുസരിച്ച്, അല്ലെങ്കിൽ അവർ പദ്ധതിയിട്ടതനുസരിച്ച് ഇവരെ രാജാവിൻ്റെ മുമ്പിൽ അവർ എത്തിച്ചു. രാജാവിൻ്റെ മുമ്പിൽ സമ്മാനങ്ങളൊക്കെ നൽകിയതിന് ശേഷം രാജാവിനോട് അവർ പറഞ്ഞു, മഹാരാജൻ, ഞങ്ങൾ മക്കായിൽ നിന്ന് വരികയാണ്. മക്കായിലെ പ്രധാനികളും പ്രതാപികളും ഞങ്ങളെ അങ്ങയെ കാണാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വിഷയം മറ്റൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചാൾക്കാർ നാടിനോടും നാട്ടിൻ്റെ സംസ്കാരത്തോടും യോജിച്ചു പോകാൻ സമ്മതിക്കാത്ത കുറച്ചാൾക്കാർ ഞങ്ങളുടെ നാട് വിട്ട് ഇവിടെ വരികയും നിങ്ങളുടെ നാട്ടിൽ അഭയം തേടുകയും ചെയ്തിരിക്കുന്നു. അവർ എന്നാൽ നിങ്ങളുടെ മതത്തിൽ ചേർന്നിട്ടില്ല, വേറെ ഏതെങ്കിലും ലോകത്തെ മതത്തിലും അവർ ചേർന്നിട്ടില്ല. അവരുടെ കാര്യത്തിൽ അവരുടെ പിതാക്കന്മാരും അവരുടെ അമ്മാവന്മാരും അവരുടെ പിതൃവ്യന്മാരും അവരുടെ കാരണവന്മാരുമെല്ലാം വലിയ ആശങ്കയിലാണ്, വലിയ നിരാശയിലാണ്. അവരാണ് സത്യത്തിൽ ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുവാൻ അവരെ ഞങ്ങളോടൊപ്പം അയക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ വളരെ വാചാലമായി ഒറ്റ ഇരുപ്പിൽ തന്നെ നജാഷിയെ വീഴ്ത്താവുന്ന രൂപത്തിൽ തന്നെ വിഷയം പറഞ്ഞ് അവതരിപ്പിച്ചു. പക്ഷേ അവർ കരുതിയതുപോലെയുള്ള ഒരാളായിരുന്നില്ല നജാഷി. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിനനുസരിച്ച തീരുമാനം എടുത്തു കൊടുക്കുന്ന ഒരു കളിപ്പാവയായ രാജാവായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയില്ല. അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. അതാണ് നീതി. അതുകൊണ്ട് രാജാവ് ഉടനെ ദൂതന്മാരെ പറഞ്ഞയച്ചു. ഈ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആൾക്കാരെ
അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി സംഘത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക എന്ന്. ആ വാർത്ത കേട്ടതോടുകൂടെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ എന്തൊന്നില്ലാത്ത ഒരു ഭീതിയും ഭയവും ഉയർന്നു വരാൻ തുടങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.